ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ശ്രീരംഗത്ത് വന്നിട്ട് ഇന്നിതാ സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ നേരെ താഴെ തന്നെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു അടിപൊളി ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ വിട്ടത് ട്രിച്ചിക്ക് സമീപത്തുള്ള തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിയിൽ കുറേ സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടു കേട്ടോ. അപ്പം നിർത്താൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നേരെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരണ വഴിക്ക് സമയമുണ്ടെങ്കിൽ കയറാമെന്ന് പറഞ്ഞു. ഈ തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം വളരെ വ്യത്യസ്തമായ ഒന്നാണ് കേട്ടോ. കാരണം ഇവിടെ ശിവഭഗവാനോടൊപ്പം ബ്രഹ്മദേവനും പ്രത്യേക പ്രതിഷ്ഠയായി ആരാധിക്കപ്പെടുന്നു. ഇവിടെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവ് ലഭിക്കുമെന്നാണ് വിശ്വാസം. ട്രിച്ചിയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പുരാതന ശിവക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബ്രഹ്മപുരീശ്വരർ, അതായത് ശിവൻ തന്നെയാണ്. അമ്മ ബ്രഹ്മസമ്പത് ഗൗരി എന്ന നാമത്തിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്നത് ബ്രഹ്മദേവന് പ്രത്യേകം സന്നിധിയുണ്ട്. ധ്യാനമുദ്രയിൽ താമരപ്പൂവിന്മേലിരിക്കുന്ന ബ്രഹ്മദേവന്റെ രൂപം അതിമനോഹരമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, ബ്രഹ്മദേവന് സൃഷ്ടിയുടെ അധികാരം ലഭിച്ചതോടെ അദ്ദേഹത്തിന് അഹങ്കാരമുണ്ടായി. അത് കണ്ട ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ ശിരസ് നീക്കം ചെയ്യുകയും സൃഷ്ടിശക്തി നഷ്ടപ്പെടുമെന്ന ശാപം നൽകുകയും ചെയ്തു. സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ നിരവധി ശിവക്ഷേത്രങ്ങളിൽ തപസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരുപ്പട്ടൂരിലെത്തി. ഇവിടെ 12 ശിവലിംഗങ്ങൾ സ്ഥാപിച്ച് ദീർഘകാലം ശിവനെ ആരാധിച്ചു. ബ്രഹ്മാവിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് വീണ്ടും സൃഷ്ടിയുടെ ഉത്തരവാദിത്വം നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ഇവിടെ വരുന്ന ഭക്തരുടെ വിധിയിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള അനുഗ്രഹവും നിനക്കുണ്ടാകട്ടെ എന്ന് ശിവൻ അനുഗ്രഹിച്ചു എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ഈ ക്ഷേത്ര പരിസരത്ത് യോഗസൂത്രങ്ങളുടെ കർത്താവായ പതഞ്ജലി മഹർഷിയുടെ ജീവസമാധി സ്ഥിതി ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ധ്യാനത്തിനും ആത്മീയ ശാന്തിക്കും വേണ്ടി നിരവധി ഭക്തർ ഇവിടെ എത്താറുണ്ട്. പങ്കുനി മാസത്തിൽ തുടർച്ചയായി 3 ദിവസങ്ങളിൽ സൂര്യകിരണങ്ങൾ ക്ഷേത്രത്തിലെ 7 പ്രകാരങ്ങൾ കടന്ന് നേരിട്ട് ശിവലിംഗത്തിൽ പതിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയുടെ അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എൻ്റെ വിധി ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഈ ക്ഷേത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ബ്രഹ്മാവിൻ്റെ വിധി പോലും മാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കില്ല. പ്രാർത്ഥന നമ്മുടെ വിധിയെ മാറ്റുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ മാറ്റും. മനസ്സ് മാറുമ്പോൾ ജീവിതവും മാറി തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ വിധി മാറ്റാനല്ല, മനസ്സിൽ പ്രതീക്ഷയും വിശ്വാസവും നിറയ്ക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇവിടുത്തെ ക്ഷേത്ര പരാമരിപ്പ് എടുത്തു പറയേണ്ട ഒന്നാണ്. കംപ്ലീറ്റ് ആയിട്ടൊരു പച്ചപ്പ് നിറഞ്ഞ് നമ്മളൊരു ഉദ്യാനത്തിലൊക്കെ പോവില്ലേ, ആ ഒരു ഫീല് കൊടുക്കും കേട്ടോ ഈ പ്രകാരത്തിൽ ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്ത്. പിന്നെ നമ്മളന്ന് അവിടെ എത്തിയ സമയം കുംഭാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. എന്നാണ് കുംഭാഭിഷേകം എന്നുള്ള ഡേറ്റ് ഒന്നും അവർ നിർണയിച്ചിട്ടില്ല. കുംഭാഭിഷേകത്തെ അനുബന്ധിച്ച് ഉപദേവതകളെയൊക്കെ പാലാലയത്തിലാണ് അവർ ഇരുത്തിയിട്ടുള്ളത്. ഇതാണ് ബ്രഹ്മതീർത്ഥക്കുളം. കുളത്തിലെ വെള്ളം പളുങ്ക് പോലെ ഉണ്ട് കേട്ടോ, ക്രിസ്റ്റൽ ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ദർശനമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ 2 ക്ഷേത്രം കൂടെ പോകണമെന്നുണ്ട്. സമയപുരത്തും ബെട്കാളിയമ്മൻ ക്ഷേത്രത്തിലും പോകണമെന്നുണ്ട്. സോ നമ്മൾ അന്നത്തെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. இதில் எண்ணெய் தேய்ச்சி கருத்துக்கும் போது தான் அந்த அந்த பாலிஷ் லுக்கில் வரும், பழைய லுக் வரும். நல்ல லைட். இந்த ஆங்கிள் எடு.
ഇങ്ങ വാ, ഇങ്ങ വാ. അങ്ങനെ അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ആ സൂര്യകാന്തി തോട്ടത്തിലെത്തിയപ്പോൾ നിർത്തി ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് എടുത്തു. എനിക്കപ്പോൾ ഒരു പാട്ട് പാടണമെന്ന് തോന്നി. ആ തോട്ടം കണ്ട പാട്ട് പാടി 2 സ്റ്റെപ്പ് ചെയ്യാതെ വരാൻ പറ്റില്ല, അത്രയ്ക്കൊരു ഭംഗിയായിരുന്നു കേട്ടോ. മനസ്സങ്ങ് ഇളകിപ്പോവും. ഈ പൂക്കളും എന്നെ തൊട്ട് അള്ളിക്കൊണ്ട മന്നൻ പേരും എന്നടി എനക്ക് சொல்லடி விஷயம் എന്നടി നെഞ്ചை തൊട്ട് പിന്നിക്കൊണ്ട കണ്ണൻ നൂരും എന്നടി എനക്ക് சொல்லடி விஷயம் എന്നടി അൻപേ ഓടിവാ அன்பால் கூடவா அன்பே ஓடிவா அன்பால் கூடவா ஓ பைங்கிளி நிதமும் என்னை தொட்டு அள்ளிக்கொண்ட மன்னன் பேரும் என்னடி எனக்கு சொல்லடி വിഷയം എന്നടി. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഈ പാട്ടൊക്കെ ഒന്ന് പാടി നടക്കണമെന്നാണ് തോന്നിയത് കേട്ടോ. ആ ഫീൽ ഞാനിപ്പോൾ അത് പാടി കാണിച്ചു തന്നാണ്. ഒന്നും തോന്നല്ലേ, വട്ടായി എന്നൊന്നും തോന്നരുത്. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വിട്ടത് സമയപുരം മാരിയമ്മനെ കാണാനാണ്. പിന്നെ എല്ലാവർക്കും വയറൊക്കെ വിശന്നു. അവിടെ പോണ വഴിയിൽ ശ്രീ സംഗീതാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അടിപൊളി ഫുഡായിരുന്നു. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അവിടുന്ന് നേരെ മാരിയമ്മനെ കാണാൻ പോയി. ഞങ്ങൾ സമയപുരത്തെത്തിയപ്പോൾ ഉച്ച വെയിലാണ്, കഠിനമായ വെയിൽ. പിന്നെ ക്യൂവിൽ വലുതായിട്ട് നിൽക്കേണ്ടി വന്നില്ല. ഒരു 100 രൂപ സ്പെഷ്യൽ ദർശനത്തിലേക്ക് പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെയാണ് ദർശനം കിട്ടി. ഇവിടുത്തെ ദേവി ആദിപരാശക്തിയുടെ ഒരു രൂപമായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മൂലവിഗ്രഹം കല്ലുകൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണ്, മണൽ, ഔഷധ സസ്യങ്ങൾ എന്നിവ ചേർന്നതാണ് ഈ വിഗ്രഹം. അതുകൊണ്ട് മൂലവിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല. പകരം സമീപത്തുള്ള ഒരു ചെറിയൊരു വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത്. ഇവിടുത്തെ ഐതിഹ്യമനുസരിച്ച് ഈ ദേവിയുടെ വിഗ്രഹം ആദ്യം ശ്രീരംഗം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്നതായും പിന്നീട് സമയപുരത്തേക്ക് എത്തി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതായും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ഭക്തർ മാവിളക്ക്, വേപ്പില, ഉപ്പ് അങ്ങനെ വിവിധ നേർച്ചകളാണ് സമർപ്പിക്കാറുള്ളത്. ചൊവ്വയും വെള്ളിയാണ് ഇവിടെ ഭക്തരുടെ ദർശനം കൂടുതലായിരിക്കും. കുടുംബ സൗഖ്യത്തിനും ആരോഗ്യത്തിനും ഈ അമ്മയുടെ അനുഗ്രഹം തേടി ഒത്തിരി ജനങ്ങൾ വരാറുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളെന്ന് പറയുന്നത് പൂച്ചൊരിയൽ ഉത്സവവും പിന്നെ ചിത്തിരൈ തേർ ഉത്സവം. അങ്ങനെ ഈ 2 ഉത്സവവും അവിടെ കുറച്ച് പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ നമുക്ക് നല്ല ദർശനം കിട്ടി. അതിനിടയിൽ ചേട്ടൻ ഏതോ ബുക്കൊക്കെ വാങ്ങിച്ചു, ബ്രഹ്മസൂത്രം, അതെ, അങ്ങനെയൊരു ബുക്കും വാങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വെട്കാളിയമ്മൻ കോവിലാണ് പോയത്. അവിടെയും നമുക്ക് നല്ല ദർശനം കിട്ടി. അവിടെയും ഉച്ചപൂജ കാണാൻ സാധിച്ചു. ഉച്ചയ്ക്കുള്ള ഒരു പ്രത്യേക അഭിഷേകം കഴിഞ്ഞുള്ള ദീപാരാധന അത് നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ അവിടെ കൂടുതൽ അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല. അങ്ങനെ വെട്കാളിയമ്മനെയും കണ്ടു. ഇതാണ് വെട്കാളിയമ്മൻ ക്ഷേത്രം. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനകളുണ്ടാവും. ചിലർക്ക് ആരോഗ്യം വേണം, മറ്റു ചിലർക്ക് ജോലി കിട്ടണമെന്നായിരിക്കും, ചിലർക്ക് മനസ്സമാധാനം കിട്ടണമെന്നായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയാണ്. എല്ലാത്തിനുപരി ഞാൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി അത് നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്നു എന്നതാണ്. പ്രതീക്ഷയുള്ള മനസ്സ് ഒരിക്കലും തോൽക്കില്ല. അമ്മയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും എല്ലാ വിഷമങ്ങളും മറന്ന് നന്ദി പറയാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദർശനവും കഴിഞ്ഞ് അവിടുന്ന് നേരെ നമ്മൾ ചേട്ടൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ മനസ്സും വയറും നിറഞ്ഞ നല്ലൊരു സദ്യ കഴിച്ച് നല്ലൊരു ഫാമിലിയെ കണ്ട ഒരു സന്തോഷത്തോടെയാണ് നമ്മൾ ട്രിച്ചി വിട്ടത്. അവർ തന്നെ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും ചെയ്തു. അവിടുന്ന് തിരുക്കുറൽ എക്സ്പ്രസ്സിൽ മധുരയ്ക്ക് പുറപ്പെട്ടു. തിരുക്കുറൽ എക്സ്പ്രസ് നല്ല ഒരു ട്രെയിൻ തന്നെയാണ്. നമ്മുടെ വന്ദേ ഭാരത് പോലെ എല്ലാ സൗകര്യങ്ങളും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലും അതെ,
നല്ല സൗകര്യങ്ങളുള്ള വന്ദേ ഭാരത് തന്നെയാണ്, അതിൻ്റെ ഒരു തന്നെയാണ് പറയാം തിരുക്കുറൾ എക്സ്പ്രസ്. ഞാനിതിൽ ആദ്യമായിട്ടാണ് കയറിയത്. അങ്ങനെ നമ്മൾ മധുരയ്ക്കെത്തി. മധുരയിൽ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ടുണ്ട്, അതായത് ചെന്നൈയിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ജാൻസിയും അവളുടെ ഹസ്ബൻഡ് ചേട്ടൻ്റെ ഫ്രണ്ടുമായിരുന്നു. അപ്പോൾ അവർ നമ്മളെ കാണാൻ എത്തിയിരുന്നു. മാത്രമല്ല അവരുടെ കാർ നമുക്ക് തന്നു. നമുക്ക് മധുരയിൽ ഒരു ദിവസത്തെ കുറേ ക്ഷേത്രങ്ങളൊക്കെ അന്ന് ചുറ്റി കാണണമെന്നുണ്ടായിരുന്നു. സോ അവരൊരു കാർ നമുക്ക് തന്നു. അപ്പോൾ അത് തരാൻ വേണ്ടി നമ്മളെ കാണാനെത്തി. പിന്നെ അവരുമായിട്ട് ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോയി. അപ്പോൾ വീണ്ടും നാളെയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.